പരിയാരം കൊമ്പൻപാറകടവ് തടയണയിലൂടെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വെട്ടുകടവ് പാലത്തിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുളിയിലപ്പാറ സ്വദേശിയും നിലവിൽ പരിയാരം പഞ്ചായത്തിലെ ഒരപ്പനയിൽ താമസിക്കുന്ന പെരുമ്പടത്തിൽ കരുണൻ മകൻ രമേശാണ് മരിച്ചത്. അതിരപ്പിള്ളി പഞ്ചായത്ത് പുളിയിലപ്പാറ വാർഡ് മെമ്പർ ആഷിതയുടെ ഭർത്താവാണ് ഇദ്ദേഹം. ബസ് കണ്ടക്ടറായ ഇദ്ദേഹം അടിച്ചില്ലിയിൽ ബസ് ട്രിപ്പ് അവസാനിപ്പിച്ച് സ്കൂട്ടറിൽ കൊമ്പൻപാറ തടയണയിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ശനിയാഴ്ച രാത്രി ആയിരുന്നു അപകടം നടന്നത്. സംഭവം നേരിൽ കണ്ട യുവാവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് എത്തിയെങ്കിലും ശക്തമായ മഴയെയും ഒഴുക്കിനെയും വെളിച്ചത്തിന്റെ അപര്യാപ്തത മൂലവും തിരച്ചിൽ നടത്താൻ സാധിച്ചില്ല. ഞായറാഴ്ച രാവിലെ ചാലക്കുടി ഫയർ റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ രാജേഷ് കുമാറിന്റെയും അനിൽ മോഹന്റെ നേതൃത്വത്തിലുള്ള സ്കൂബ സംഘത്തിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. പുഴയിലെ ഒഴുക്ക് തെരച്ചിലിന് തടസ്സമായപ്പോൾ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി പെരിങ്ങൽകുത്ത് പവർഹൌസിലെ വൈദ്യുതി ഉത്പാദനം അല്പസമയത്തേക്ക് നിർത്തിവച്ചിരുന്നു. പരിയാരം കൊമ്പൻപാറ കടവിൽ തിരച്ചിൽ പുരോഗമിക്കവേ വെട്ടുകടവ് പാലത്തിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി എന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ചാലക്കുടി തഹസീൽദാർ കെ ജേക്കബ്, കൊരട്ടി പോലീസ് SHO അമൃതരംഗൻ എന്നിവർ തെരച്ചിലിനും മറ്റ് നടപടികൾക്കും നേതൃത്വം നൽകി. പരിയാരം കൊമ്പൻപാറ കടവ് തടയണയുടെ മുകളിലൂടെ സഞ്ചരിക്കവേ മുൻപും ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. തുടർന്നും അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ കൊമ്പൻപാറ തടയണയിലൂടെയുള്ള വാഹനഗതാഗതം തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണം എന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.